എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം പലതരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? അതായത് എത്ര ദൂരമുണ്ട്, എത്ര സമയമെടുക്കും, എത്ര ആഴത്തിലുള്ളതാണ്, എത്ര വലുതാണ്, എത്ര ചെറുതാണ്. ഇതിനെല്ലാം നമ്മൾ ഹൗവിൻ്റെ കൂടെ പല അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കുന്നത്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്: ബീച്ചിലോട്ട് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? എത്ര ദൂരം എന്ന് ചോദിക്കേണ്ടപ്പം ഹൗ ഫാർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹൗ ഫാർ ഈസ് ദ ബീച്ച് ഫ്രം ഹിയർ എന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ബീച്ചിലേക്ക് എത്ര ദൂരമുണ്ട് എന്നാണ് മീനിങ്. ഹൗ ഫാർ ഈസ് ദ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീച്ച് എത്ര ദൂരെയാണ് എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ ഫാർ ഈസ് ദ ബീച്ച് ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബീച്ചിലേക്ക് എത്ര ദൂരമുണ്ട് എന്നാണ് മീനിങ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കണം: എത്ര ദൂരം അവൾക്ക് നടക്കാൻ കഴിയും? കഴിയുക എന്നുള്ളതിന് ക്യാൻ എന്നുള്ള ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഫാർ ക്യാൻ ഷീ വാക്ക് എന്ന് വരും. ഹൗ ഫാർ ക്യാൻ ഷീ വാക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് എത്ര ദൂരം നടക്കാൻ കഴിയും എന്നാണ് മീനിങ്. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: നിങ്ങൾ ഇവിടെ എത്ര നാൾ നിൽക്കും എന്ന് ചോദിക്കണം. നിൽക്കും അല്ലെങ്കിൽ താമസിക്കും. അപ്പോൾ എത്ര നാൾ എന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ലോങ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ വരും? ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ? ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ? സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുക എന്നാണ്. സോ ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നാൾ ഇവിടെ താമസിക്കും എന്നാണ് മീനിങ്. ഇനി എത്ര നീളം എന്ന് ചോദിക്കാൻ ഹൗ ലോങ് എന്ന് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ആ ചരടിന് എത്രയും നീളമുണ്ട് എന്ന് ചോദിക്കണം. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഈസ് ദാറ്റ് പീസ് ഓഫ് സ്ട്രിങ്? ഹൗ ലോങ് ഈസ് ദാറ്റ് പീസ് ഓഫ് സ്ട്രിങ്? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ്. സോ ആ ചരടിന് എത്ര നീളമുണ്ട് എന്ന് ചോദിക്കാൻ ഹൗ ലോങ് യൂസ് ചെയ്യും. ഹൗ ലോങ് ഈസ് ദാറ്റ് പീസ് ഓഫ് സ്ട്രിങ്? അതേപോലെ തന്നെ എത്ര സമയം എന്ന് ചോദിക്കേണ്ടപ്പോഴും നമുക്ക് ഹൗ ലോങ് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരാൻ എത്ര സമയം എടുത്തു എന്ന് ചോദിക്കണം. അപ്പോൾ എങ്ങനെ വരും? How long did it take you to drive here? How long did it take you to drive here? How long എന്ന് പറഞ്ഞാൽ എത്ര സമയം എന്നാണ്. Did it take എന്ന് പറഞ്ഞാൽ എടുത്തു എന്നുള്ള മീനിങ് ആണ്. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ടാണ് did എന്ന ഓക്സിലറി വെർബ് വന്നത്. You to drive here എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരാൻ എന്നുള്ള മീനിങ് ആണ്. How long did it take you to drive here? ഇനി എത്ര നന്നായിട്ട് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതായത് നിങ്ങൾക്ക് അവളെ എത്ര നന്നായിട്ട് അറിയാം? അതെങ്ങനെ ചോദിക്കും? നന്നായിട്ട് എന്നുള്ള രീതിയിൽ വെൽ എന്ന് പറയാം. അപ്പോൾ ഹൗ വെൽ ഡു യു നോ ഹെർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവളെ എത്ര നന്നായിട്ട് അറിയാം എന്നാണ്. ഹൗ വെൽ ഡു യു നോ ഹെർ? നോ എന്ന് പറഞ്ഞാൽ അറിയുക. സോ ഹൗ വെൽ ഡു യു നോ ഹെർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളെ എത്ര നന്നായിട്ട് അറിയാം എന്നുള്ള മീനിങ് ആണ്. ഇനി എത്ര പെട്ടെന്ന് എന്ന് പറയത്തില്ലേ? അതായത് നിങ്ങൾക്ക് ഈ ജോലി എത്ര പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയും? അതെങ്ങനെ പറയും? പെട്ടെന്ന് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ക്വിക്ക്ലി. അപ്പോൾ ഹൗ ക്വിക്ക്ലി ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക്? ഹൗ ക്വിക്ക്ലി ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ജോലി നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയും എന്നാണ്. ഫിനിഷ് എന്ന് പറഞ്ഞാൽ ചെയ്തു തീർക്കുക എന്നുള്ള മീനിങ് ആണ്. ഹൗ ക്വിക്ക്ലി ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക്? ഇനി എത്ര ആഴം എന്ന് ചോദിക്കണം. അപ്പോൾ ആഴം എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഡീപ്പ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കിണറിന് എത്ര ആഴമുണ്ട് എന്ന് ചോദിക്കണം. ഹൗ ഡീപ്പ് ഈസ് ദ വെൽ? ഹൗ ഡീപ്പ് ഈസ് ദ വെൽ? വെൽ എന്ന് പറഞ്ഞാൽ കിണർ എന്നുള്ള മീനിങ്ങും ഉണ്ട്. സോ ഹൗ ഡീപ്പ് ഈസ് ദ വെൽ എന്ന് പറഞ്ഞാൽ കിണറിന് എത്ര ആഴമുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇതേപോലെ തന്നെ എത്ര വലുത് എന്ന് പറയത്തില്ലേ? അതായത് നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് എത്ര വലുതാണ്? അപ്പോൾ എത്ര വലുത് എന്ന് ചോദിക്കാൻ ഹൗ ബിഗ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൗ ബിഗ് ഈസ് യുവർ അപ്പാർട്ട്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് എത്ര വലുതാണ് എന്നാണ് മീനിങ്. ഇനി നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നെറ്റിൻ്റെ സ്പീഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങളുടെ ഇൻ്റർനെറ്റ് എത്ര വേഗതയുള്ളതാണ് അല്ലെങ്കിൽ എത്ര വേഗതയുണ്ട് എന്ന് ചോദിക്കേണ്ടത്. അപ്പം അവിടെ ഹൗ ഫാസ്റ്റ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഹൗ ഫാസ്റ്റ് ഈസ് യുവർ ഇൻ്റർനെറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് എത്ര സ്പീഡുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഹൗ ഫാസ്റ്റ് ഈസ് യുവർ ഇൻ്റർനെറ്റ്? ഇനി നിങ്ങൾ എത്ര ഇടവിട്ട്
ഷോപ്പിങ്ങിന് പോകും എന്ന് ചോദിക്കണം. അപ്പോൾ എത്ര ഇടവിട്ട് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ഓഫൺ. അപ്പോൾ ഹൗ ഓഫൺ ഡു യു ഗോ ഷോപ്പിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഇടവിട്ട് ഷോപ്പിങ്ങിന് പോകും എന്നാണ്. ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിന് പോവുക എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ ഓഫൺ ഡു യു ഗോ ഷോപ്പിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഇടവിട്ട് ഷോപ്പിങ്ങിന് പോകും എന്നുള്ള മീനിങ് ആണ്. ഇനി നിങ്ങളുടെ മൂത്ത സഹോദരന് എത്ര ഉയരമുണ്ട് എന്ന് ചോദിക്കണം. എത്ര ഉയരം എന്നെങ്ങനെയാണ് പറയുന്നത്? ഹൗ ടോൾ. അപ്പോൾ ഹൗ ടോൾ ഈസ് യുവർ എൽഡർ ബ്രദർ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മൂത്ത സഹോദരന് എത്ര ഉയരം ഉണ്ട് എന്നാണ്. എൽഡർ എന്ന് പറഞ്ഞാൽ മൂത്ത എന്നുള്ള മീനിങ് ആണ്. അപ്പം മൂത്ത സഹോദരൻ എന്ന് പറയാനാണ് എൽഡർ ബ്രദർ. ഹൗ ടോൾ ഈസ് യുവർ എൽഡർ ബ്രദർ. അതായത് നിങ്ങളുടെ മൂത്ത സഹോദരന് എത്ര പൊക്കമുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇനി നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്ന് ചോദിക്കണം. അപ്പോൾ എത്ര എന്ന് ചോദിക്കാൻ നമുക്ക് ഹൗ മെനിയും യൂസ് ചെയ്യാം, ഹൗ മച്ചും യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും നൗൺ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നോക്കണം. അതായത് ഇവിടെ ഫ്രണ്ട്സ് അത് നമുക്ക് എണ്ണാൻ പറ്റും അല്ലേ, അത് കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഹൗ മെനി ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്, ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്നാണ് മീനിങ്. ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്. പക്ഷെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺ വരുമോ? അതായത് നിനക്ക് എത്രമാത്രം ചായ വേണം, ചായ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അത് ഹൗ മച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഹൗ മച്ച് ടീ വുഡ് യു ലൈക്ക്, ഹൗ മച്ച് ടീ വുഡ് യു ലൈക്ക്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. അപ്പം നിനക്ക് എത്രമാത്രം ചായ വേണം എന്നുള്ള രീതിയിൽ ചോദിക്കാനാണ് ഹൗ മച്ച് ടീ വുഡ് യു ലൈക്ക്. ഇനി നമുക്ക് എത്ര അടുത്ത് എന്ന് ചോദിക്കണം. അതായത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അത് എത്ര അടുത്താണ്. അപ്പോൾ എത്ര അടുത്ത് എന്ന് ചോദിക്കാൻ ഹൗ ക്ലോസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൗ ക്ലോസ് ഇസ് ഇറ്റ് ഫ്രം യുവർ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അത് എത്ര അടുത്താണ് എന്നാണ് മീനിങ്. ഹൗ ക്ലോസ് ഇസ് ഇറ്റ് ഫ്രം യുവർ സ്കൂൾ. ഫ്രം യുവർ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്നാണ് മീനിങ്. ഹൗ ക്ലോസ് ഇസ് ഇറ്റ് ഫ്രം യുവർ സ്കൂൾ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ ദിവസം എത്ര കപ്പ് കാപ്പി കുടിക്കും എന്ന് ചോദിക്കണം. ഹൗ മെനി കപ്സ് ഓഫ് കോഫി ഡു യു ഡ്രിങ്ക് എ ഡേ. ഇവിടെ എന്തുകൊണ്ടാണ് ഹൗ മെനി വന്നത്? നമുക്ക് ഒരു കപ്പ് കാപ്പി അല്ലെങ്കിൽ 2 കപ്പ് കാപ്പി ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഹൗ മെനി വന്നത്. സോ ഹൗ മെനി കപ്സ് ഓഫ് കോഫി ഡു യു ഡ്രിങ്ക്. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നാണ്. എ ഡേ എന്ന് പറഞ്ഞാൽ ദിവസം എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ മെനി കപ്സ് ഓഫ് കോഫി ഡു യു ഡ്രിങ്ക് എ ഡേ. ഇനി അടുത്തത്, നിങ്ങൾ എത്ര നാളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് ചോദിക്കണം. ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നാളായിട്ട് എന്നുള്ള മീനിങ് ആണ്. ഹാവ് ബീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇത് പാസ്റ്റിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് എന്ന് വന്നത്. സോ ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എത്ര ഇടവിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാറുണ്ട് എന്ന് ചോദിക്കണം. എത്ര ഇടവിട്ട് എന്ന് ചോദിക്കാൻ ഹൗ ഓഫൺ. ഹൗ ഓഫൺ ഡു യു മീറ്റ് യുവർ ഫ്രണ്ട്സ്. ഹൗ ഓഫൺ ഡു യു മീറ്റ് യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഇടവിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാറുണ്ട് എന്നുള്ള മീനിങ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.